ഹായ് ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ് വിത്ത് മീ സൗമ്യ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറും ലഞ്ചൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ദോശ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയറും 1 കപ്പ് ചെറുപയർ പരിപ്പ്, 1 കപ്പ് മസൂർ ദാൽ, ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3 പാത്രത്തിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ 3ഉം ഒരുമിച്ച് വാഷ് ചെയ്ത് കുതിർക്കാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ഇപ്പോൾ ചേർത്ത് എടുക്കാൻ പോവാണ്. ആ 2 പരിപ്പും ചെറുപയറും ഒരുമിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. മിക്സി ജാറിലോട്ട് നമുക്ക് 2 പാർട്ടായിട്ടാണ് ഞാനിത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാതി ഭാഗം നമുക്കിത് മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കാം കേട്ടോ. അരയ്ക്കാനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളി, ഒരു 4-5 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 ബീട്രൂട്ട്, തീരെ കുഞ്ഞതായതുകൊണ്ട് 2 ബീട്രൂട്ട് ഞാൻ ഇതുപോലെ തൊണ്ടെല്ലാം റിമൂവ് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരെണ്ണാണെങ്കിലും മതി കേട്ടോ. അതിനുശേഷം ഇട്ടിട്ട് ക്ലോസ് ചെയ്തത് ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപ്പെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ നേരത്തെ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം കറക്റ്റ് ചേർത്തുകൊണ്ട് ഈ ഒരു ടൈമിൽ ബീട്രൂട്ട് മാത്രം കൂടെ ചേർത്ത് ആവശ്യമനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. അതും സെയിം പാത്രത്തിലോട്ട് നമ്മളൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ച് ഫൈൻ പേസ്റ്റാക്കി അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശമാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഓരോ തവി ഒഴിച്ച് ഇത് നന്നായിട്ട് ആ ഒരു ദോശയുടെ കനം നമുക്ക് എത്ര ആവശ്യം അതനുസരിച്ച് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ദോശ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മേലെ കൂടെ നമുക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നെയ്യ് ചേർക്കുമ്പോഴത്തേക്കിന്. അപ്പോൾ ഇതുപോലെ നെയ്യ് ചേർത്ത് ഒന്ന് നമുക്ക് ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ആ ഒരു സൈഡ് നമുക്ക് ചുട്ട് വരുമ്പോഴത്തേക്കിന് ആ ഒരു കളർ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സ്പാച്ചില വെച്ച് ഇതുപോലെ നെയ്യ് എല്ലാ ഭാഗം സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നല്ലൊരു ക്രിസ്പിനെസ് ആവുന്ന ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ആവുന്ന സമയം വരെ കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ സൈഡ്സ് എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്പാച്ചിൽ വെച്ച് പതിയെ ഒന്ന് റിലീസ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ റിലീസായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് ആ ഒരു ഭാഗവും കൂടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ബാക്കിയുള്ള ദോശയൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാറ്റർ ഒന്ന് ഒഴിച്ച് പെർഫെക്റ്റ് ആയിട്ട് അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾ ബീട്രൂട്ട് കഴിക്കില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒപ്പത്തിൽ തന്നെ ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും കൂടെ ഇവിടെ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ ചട്നി മാത്രമല്ല കേട്ടോ, പലതരത്തിലുള്ള ചട്നീസിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്ന എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye-bye.